ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. തൃശ്ശൂർ ജോർജേട്ടൻസ് രാഗം തിയേറ്ററിൽ വെച്ചാണ് 9:30 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്താ പറയാ, 99 റൺസ് എടുത്തിട്ട് ഔട്ടായ ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം ഫസ്റ്റ് ഹാഫ് വളരെയധികം ബിൽഡപ്പ് ചെയ്ത് നന്നായി ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ നല്ല രസമായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് അവർ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥ വരെ എത്തി ഈ സിനിമ കണ്ട ശേഷം എനിക്ക്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദ വേഴ്സ്റ്റ് ഫിലിം ഓഫ് മമ്മൂട്ടി കമ്പനി ടിൽ ഡേറ്റ്. കാരണം മമ്മൂട്ടി കമ്പനിയുടെ നമുക്ക് അറിയാം സിനിമകൾ, കണ്ണൂർ സ്ക്വാഡ്, നൻപകൽ നേരത്ത് മയക്കം എന്നൊക്കെ പറഞ്ഞ സിനിമകളെ പറ്റി നമുക്കറിയാം. പക്ഷെ ഇതൊരു മാതിരി എന്താ പറയാ, ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കാലട്ട് ഉടയ്ക്കാന്ന് പറയില്ല, അതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം സ്റ്റോറി വൈസ് ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് പോയി. കോമഡി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു പാട്ട് സീക്വൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അതായത് മമ്മൂട്ടിയും ഗോകുൽ സുരേഷും തമ്മിലുള്ള കോംബോ, പിന്നെ വിജയ് വിശ്വനാഥ് അസലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഇന്റർമിഷൻ എന്ന് പറയുന്ന ബ്ലോക്കും നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോ എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ഈ ഒരു രീതിക്കാണ് കഥ പോകുന്നത് എന്നുള്ള, ലൈക്ക് എന്താണ് അവർ ടൈലൻഡിൽ ഉദ്ദേശിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് പിടികിട്ടി. പക്ഷെ കുറച്ചും കൂടെ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ കുറച്ചും കൂടെ വന്നു ആ ടൈലൻഡിൽ. ആ ടൈലൻഡ് കണ്ടപ്പോ തൃപ്തിയായി. കാരണം ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ടൈലന്റ് ആണ്. ആ ടൈലന്റ് ആണെങ്കിൽ മോൺസ്റ്ററും ആറാട്ടും തമ്മിലുള്ള ഒരു മിക്സും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തീം അവതരിപ്പിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പടം എടുക്കും. എന്തിനാണ് ഇതിൽ കൊണ്ടുപോയിട്ട് ഇത് കുത്തിക്കയറ്റുന്നത്? നിങ്ങൾക്ക് സിനിമ കണ്ട അതെന്താ ഞാൻ ഉദ്ദേശിച്ചേ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അത്രയേറെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. ഒന്നാമത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം, പിന്നെ ഗൗതം വാസുദേവ് മേനോന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ഇൻ മലയാളം. ഇത്രയും മതി ഈ ഒരു സിനിമയ്ക്ക് കാത്തിരിക്കാൻ. എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി ഫസ്റ്റ് ഹാഫിന്റെ കഥ കേട്ടിട്ട് പടം കൊള്ളാം എന്നുള്ള രീതിക്ക് സെക്കൻഡ് ഹാഫിന്റെ കഥ ഒക്കെ പറയണ്ട ഗൗതമേ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച പോലെ ഉണ്ട്. അത്രയ്ക്കും മോശമായിരുന്നു. കാരണം മമ്മൂട്ടി ഇതിൽ നന്നായി ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ സുരേഷ് ഇതിൽ നന്നായി ചെയ്തിട്ടുണ്ട്, വിജയ് വിശ്വനാഥും കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു പോയ കഥ ഫുള്ള് നമുക്ക് വരും. ഫസ്റ്റ് ഹാഫില് ഒരു പാട്ട് സീക്വൻസ് വളരെ നല്ല, തിരുമാലിയും വിജയ് യേശുദാസും കൂടെ പാടിയ ഒരു പാട്ടാണ്. അതിൽ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് വന്നത്, മമ്മൂട്ടിയുടെ സ്വാഗ് സിനിമയിൽ അടിപൊളിയായിരുന്നു. കോസ്റ്റ്യൂം, ലൈക്ക് ആള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ വീഡിയോ ആയിട്ട് വരുമ്പോൾ എങ്ങനെയിരിക്കും, ലൈക്ക് ആ ഒരു ചിത്രങ്ങൾ വീഡിയോ ആകുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ള രീതിയിൽ നല്ല രസമായിട്ടുള്ള കളർ ഗ്രേഡിങ്ങും ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് എല്ലാം, ലൈക്ക് നമ്മൾ സിനിമ കാണുന്നത് അതിന്റെ ക്ലൈമാക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. കാരണം അത്രയേറെ പ്രതീക്ഷ കയറ്റി കൊണ്ടുവരുമ്പോ ഇത് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ടിം എന്ന് പറഞ്ഞിട്ട് താഴ്ത്തിട്ട് പൊട്ടിക്കുന്ന രീതിയിലായിരുന്നു സിനിമ വന്നത്. കാരണം അത്രയേറെ നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. കാരണം ഞാൻ കുറെ പ്രതീക്ഷിച്ചു. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ദിസ് ഇസ് ഗോണ ബി എ ഗ്രേറ്റ് മൂവി. യെസ്, ട്രെയിലർ ടീസർ ഒക്കെ നല്ല രസമായിട്ട് വന്ന, അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തത്. പക്ഷെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞു എന്നുള്ള രീതിക്കായി. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. തിയേറ്റർ വാച്ച് ഞാൻ പറയില്ല, കാരണം ഡിസപ്പോയിന്റഡ് ആവാനാണ് ചാൻസ്. എനിക്ക് നല്ല ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒപ്പീനിയൻ വേറെ ആവാം. ദിസ് ഇസ് പ്യുവർലി മൈ ഒപ്പീനിയൻ. എന്റെ കൂടെ ഇരുന്ന മറ്റുള്ള ആൾക്കാരുടെയും ഒപ്പീനിയൻ ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം കയ്യടികൾ ഉണ്ടായിരുന്നു സിനിമയുടെ ഇടയിൽ, പക്ഷെ ലാസ്റ്റ് ഒരു സൈലൻസ് ആയിരുന്നു. ആ സൈലൻസ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സംശയം സൈലൻസ് ആർക്കും പടം ഇഷ്ടമായിട്ടില്ല എന്നാണ്. അതിന്റെ ഇടയിൽ രാഗം തിയേറ്ററിൽ വെച്ചാണ് ഞാൻ ഈ സിനിമ കാണുന്നത്, തൃശ്ശൂർ രാഗം തിയേറ്ററിൽ. മമ്മൂട്ടി ഫാൻസ് അടക്കം ലാസ്റ്റ് ഒന്നും മിണ്ടിയിട്ടില്ല, ഫാൻസ് അസോസിയേഷൻകാര്. പിന്നെ ഞാൻ യൂട്യൂബില് കമന്റ്സ് എടുത്ത് നോക്കി തിയേറ്റർ റെസ്പോൺസിന്റെ, അവിടെയും കുറെ PR ടീംസിനെ കണ്ടു. പക്ഷെ നോക്കാം നമുക്ക് എന്തായിരിക്കും. എന്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് സിനിമ വളരെ മോശമാവാനാണ് ചാൻസ്. ഐ മീൻ സിനിമയുടെ റെസ്പോൺസ് ഫസ്റ്റ് സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും നമുക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും തിയേറ്റർ വെച്ച് സജസ്റ്റ് ചെയ്യില്ല, OTT-യിൽ വരുമ്പോൾ കാണാം. കാരണം അത്രയും സ്ലോ പേസിൽ പോയിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കലടക്കുന്ന ഫീലാണ് ഉണ്ടായത്. സോ യാ, ദാറ്റ്സ് ഓൾ ഫോർ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് റിവ്യൂ. നിങ്ങൾ കണ്ടു നോക്കുക. മ്യൂസിക് ഒക്കെ നല്ല രസമായിരുന്നു.
സിനിമാറ്റോഗ്രഫി നല്ല രസമായിരുന്നു, കളർ ഗ്രേഡിങ്ങും നല്ല രസമായിരുന്നു. പക്ഷേ ക്ലൈമാക്സ്